ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ ചാനലിൽ ലോങ് വീഡിയോസ് അങ്ങനെ ഇടാറില്ല അല്ലേ? വീക്കിലി ഒരെണ്ണമെങ്കിലും ഇടണമെന്ന് വിചാരിക്കും, പക്ഷെ നടക്കാറില്ല. വേറൊന്നുമില്ല, നല്ല മടിയാണ്. അങ്ങനെ ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നത്. കുറച്ച് ദിവസമായി ഒരു വാൾ ഡെക്കറൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. കാണുമ്പോൾ എനിക്ക് തന്നെ ഒരു മോട്ടിവേറ്റ് ആവുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യണം. വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അധിക റെസ്പോൺസ് ഒന്നും ഇല്ലയെന്ന് തോന്നുമ്പോൾ ഞാനൊന്ന് ഡൗൺ ആകും. എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്തെങ്കിലുമൊക്കെ കുത്തിക്കുറിക്കും. അങ്ങനെ ഒരെണ്ണമാണ് ഇത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്യാം. അതിൽ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ മോട്ടിവേറ്റ് ആവുന്ന ഡയലോഗ്സ് എഴുതി വെക്കാം. 3 ഫ്രെയിം ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതിന് ഞാനിവിടെ 3 A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതിലൊരു A4 ഷീറ്റ് എടുക്കുക. 4 ഭാഗത്തും 1 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് ഗ്യാപ്പിൽ ഇതുപോലെ ഒന്ന് അളന്നു കൊടുക്കുക. എന്നിട്ട് സ്കെയിൽ ഉപയോഗിച്ച് ലൈൻസ് ആക്കി എടുക്കുക. 4 സൈഡിലും ഇതുപോലെ ഒന്ന് പെൻസിൽ ഉപയോഗിച്ച് ലൈൻസ് വരച്ചു കൊടുക്കുക. അങ്ങനെ 4 സൈഡിലും ഇതുപോലെ വരച്ചു കൊടുത്താൽ ഇതാ ഈ സ്ക്വയർ രൂപത്തിൽ സൈഡിൽ ഇങ്ങനെ കിട്ടും. അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ 4 സൈഡിലെ സ്ക്വയർ ഷേപ്പും കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ 1 സെൻറ്റിമീറ്റർ മെഷർമെൻറ്റ് ഇതുപോലെ ഒന്ന് എടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഫ്രെയിമിന് ഒരു പൂർണ്ണത കിട്ടുള്ളൂ. ഇനി ആ വരച്ചു കൊടുത്ത ലൈൻസ് എല്ലാം ഒന്ന് ഷാർപ്പാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ നീളമുള്ള സ്കെയിലാണ് ഉപയോഗിച്ചത്. നീളമുള്ള സ്കെയിൽ തന്നെ വേണം. ഞാനിവിടെ നീളമുള്ള ഇരുമ്പിൻ്റെ സ്കെയിലാണ് ഉപയോഗിച്ചത്. നിങ്ങളുടെ അടുത്ത് ഇതുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കുക, ഇല്ല എങ്കിൽ നീളമുള്ള ഏതെങ്കിലും ഒരു സ്കെയിൽ മതി, പ്ലാസ്റ്റിക്കിൻ്റെ ആയാലും മതി. ഞാൻ വീണ്ടും കൈ ഉപയോഗിച്ച് ഷാർപ്പാക്കി കൊടുക്കുന്നുണ്ട്. വേറൊന്നുമല്ല, ഈ സ്ക്വയറിൻ്റെ ഷേപ്പൊക്കെ കറക്റ്റായിട്ട് കിട്ടാൻ, ഫ്രെയിമിൻ്റെ ആ ഒരു ഷേപ്പൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സോ കോഡ്സോ വരച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 3 ഫ്രെയിമാക്കി എടുക്കുന്നുണ്ട്. 2 ഞാൻ പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്, ഒരെണ്ണത്തിൽ കോഡ്സാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രെയിമിൽ വരക്കാൻ വേണ്ടിയിട്ട് ഇലയുടെ പിക്ചറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊന്ന് പെൻസിൽ കൊണ്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നടുവിലായിട്ട് ചെറിയൊരു ഡോട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഞാൻ ഈ ബ്ലാക്ക് ഇങ്ക് കൊണ്ട് ഒന്ന് ഷാർപ്പാക്കി കൊടുക്കുന്നു. വൈറ്റ് ഫ്രെയിമിൽ ഇലയൊന്ന് അട്രാക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ബ്ലാക്ക് ഷെയ്ഡാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും കളേഴ്സും കൊടുക്കാവുന്നതാണ്. പച്ചയോ നീലയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതായാലും കുഴപ്പമില്ല. ഇനി പെയിൻറ് ചെയ്തെടുക്കുമ്പോൾ ഈ വൈറ്റ് പോർഷനിലെ ഡോട്ടൊക്കെ ഇട്ട് കൊടുത്തില്ലേ, അതിലൊന്നും ആവാത്ത തരത്തിൽ നല്ല നൈസായിട്ട് കളർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒരു ഇലയുടെ പിക്ചറൊക്കെ പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതിൻ്റെ സൈഡൊന്ന് മടക്കി കൊടുക്കുക, ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്യുക, ഒട്ടിച്ച് കൊടുക്കുക. ചെറിയൊരു മൽപ്പിടുത്തൊക്കെ ഉണ്ടാവും, അതെല്ലാം അങ്ങ് സെറ്റായിക്കോളും. ആദ്യം ഒരെണ്ണം ചെയ്യുമ്പോൾ ഇത് സെറ്റാവാത്ത പോലെ എനിക്ക് തോന്നിയിരുന്നു. രണ്ടാമത്തെ ചെയ്തപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് ചെയ്യാൻ പറ്റിയത്. ഗ്ലൂ പോലും വേണ്ടാത്ത രീതിയിലാണ് എനിക്ക് ചെയ്യാൻ പറ്റിയത്. പക്ഷേ ഇത് പൊളിഞ്ഞു പോവാതിരിക്കാൻ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അങ്ങനെ ഒരു ഇലയുടെ ഫ്രെയിമും കൂടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി കോഡ്സിൻ്റെ ഫ്രെയിം ഒന്ന് സെറ്റാക്കി എടുക്കണം. വേറൊന്നുമല്ല, ആദ്യം ചെയ്ത സെയിം പ്രോസസ്സ് തന്നെ. A4 ഷീറ്റ് എടുക്കുക, 4 സൈഡിലും 1 സെൻറ്റിമീറ്റർ മെഷർമെൻറ്റ് എടുക്കുക, സ്കെയിൽ ഉപയോഗിച്ച് വരക്കുക, സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്യുക, ലൈൻസ് ഇട്ട് കൊടുക്കുക, ഷാർപ്പാക്കി കൊടുക്കുക, മടക്കി കൊടുക്കുക. ഇനി നല്ലൊരു ബ്യൂട്ടിഫുൾ കോഡ്സൊക്കെ എഴുതി കൊടുക്കുക. അങ്ങനെ 3 ഫോട്ടോ ഫ്രെയിം ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ, സിമ്പിളാണ്. വോളിലൊക്കെ ഒട്ടിക്കാൻ പറ്റിയ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫ്രെയിമാണ്. ഇനി ഇത് വോളിൽ ഒട്ടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് അറിയണ്ടേ? അതിനായി ഞാനിവിടെ ഡബിൾ സൈഡ് ടാപ്പ് എടുത്ത് ഫ്രെയിമിൻ്റെ ബാക്ക് സൈഡിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ 3 ഫ്രെയിമിലും ഡബിൾ ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഓരോ ഫ്രെയിമും കൂടെ വോളിൽ വെച്ച് കൊടുക്കുക. അപ്പം എങ്ങനെയാ, ഇഷ്ടമായോ? ഇഷ്ടപ്പെട്ട ഒന്നും നോക്കണ്ട, ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടിക്കോ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.